ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഭയങ്കര സൗണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഫാൻ ശരിയാക്കണമെന്ന്. അപ്പം ഇന്ന് തന്നെ നമുക്കിത് ശരിയാക്കിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഫാൻ ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ മുകളിലുള്ള കവറ് അഴിച്ച് താഴേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാങ്ങിങ് ബ്രാക്കറ്റും പിന്നെ ഇലക്ട്രിക്കലിൻ്റെ കണക്ഷൻസൊക്കെ വരുന്നത്. അപ്പോൾ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. 230 വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതുണ്ടല്ലേ 2 വയറ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത്, അത് ന്യൂട്രലും ഫേസും കൂടി വന്നിരിക്കുന്നത്. അത് വന്നിട്ട് ഒരു കണക്ടർ വെച്ച് ഫാനിനകത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ സൈഡിലേറ്റ് നെട്ടും ബോൾട്ടും കിടപ്പുണ്ട്. അപ്പം അത് 10-ൻ്റെ നെട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പം അതിന് ലോക്ക് ചെയ്യാനായിട്ട് നെട്ട് അഴിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നിട്ടിട്ടുണ്ട്. ഇല്ല, വൈബ്രേഷൻ നല്ലപോലെ വരുന്ന സ്ഥലം. അപ്പം അവിടെ പിന്നിട്ടില്ലെങ്കിൽ അഴിഞ്ഞ് താഴോട്ടൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു പിന്നവിടെ കിടപ്പുണ്ട്, അത് നമുക്ക് ഊരിയെടുക്കണം. ആ പിന്നിൻ്റെ കാല് ഊരി വരാതിരിക്കാൻ വേണ്ടി വളച്ചു വെച്ചിരിക്കുകയായിരിക്കും. അത് നമ്മൾ പ്ലെയർ കൊണ്ട് പിടിച്ച് അമർത്തി സ്ട്രൈറ്റ് ആക്കിയിട്ട് പതുക്കെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നിങ് ഊരി പോരും. ഇനി നമുക്ക് 10-ൻ്റെ റിംഗ് സ്പാനർ ഉപയോഗിച്ച് ആ നെട്ടം കഴിക്കാം. എനിക്ക് 2 കൈ കൊണ്ടും പിടിക്കാതെ അഴിച്ച് താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫാൻ അഴിച്ച് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ കാണുന്ന ബ്ലേഡുകൾ കണ്ടില്ലേ, ചിറക്, അതെല്ലാം നമുക്ക് അഴിച്ച് മാറ്റണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ കാറ്റ് കിട്ടത്തില്ല. ആ ചിറക് അഴിക്കാനായിട്ട് ചെറിയ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അഴിച്ച സ്ക്രൂ ഒക്കെ തിരിച്ച് ആ പൊസിഷനിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ആ ചിറകെല്ലാം അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ പേര് ഡൗൺ റോഡ് എന്നാണ്. ആ ഡൗൺ റോഡ് ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യണം. അപ്പം അത് ഒരു നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ അഴിച്ച പോലത്തെ ഒരു പിന്ന് ഇതിനുമുണ്ട്, അതും നമുക്ക് ഊരിയെടുക്കാം. ആ സ്ക്രൂവിൻ്റെ നെട്ടുകളൊക്കെ അതേപോലെ തന്നെ തിരിച്ചിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാണാതൊക്കെ പോവും. അങ്ങനെ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുകളിൽ നിന്ന് വന്നിരിക്കുന്ന AC-യുടെ വയറായി കാണുന്നത്. അതിവിടെ വേറൊരു കണക്ടറിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കണക്ഷൻ ശകലം കോംപ്ലക്സ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക കഴിയുതും, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് 2ാമത് ഫിറ്റ് ചെയ്യുമ്പം വയർ മാറിപ്പോകും, ഫാൻ തിരിഞ്ഞ് കറങ്ങുകയൊക്കെ ചെയ്യും, അല്ലെ കറങ്ങുകയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ഫോട്ടോ എടുത്ത് വെക്കാം. ഈ കണക്ടറിൻ്റെ ഒരു സൈഡിൽ AC ഒന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മറ്റേ സൈഡിൽ ഫാൻ്റെ വൈൻഡിങ്ങിന് വരുന്ന 3 വയർ കണക്റ്റ് ആയിട്ടുണ്ട്, യെല്ലോ, റെഡ്, ബ്ലാക്ക്. അതിൻ്റെ കൂടെ 2 വയറിലേക്ക് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഫാൻ സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഈ കപ്പാസിറ്റർ തിരിച്ചു കൊടുത്താലും ഫാൻ തിരിഞ്ഞ് കറങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ചെറിയ സ്ക്രൂ ഡ്രൈവർ വേണമെന്ന് തോന്നുന്നു, വലിയ സ്ക്രൂ ഡ്രൈവർ കയറുന്നില്ല. അപ്പോൾ ഈ കണക്ടറിൻ്റെ സ്ക്രൂ ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ലൂസാക്കി വെക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ബ്ലൂയിലും യെല്ലോയിലുമാണ് കപ്പാസിറ്ററിൻ്റെ വയർ കൊടുത്തിരിക്കുന്നത്.
റെഡ് നേരെ ഇതിൽ കണ്ടക്ടറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലൂ വയറും റെഡ് വയറിലൊക്കെ ചെറിയ ഒടിവ് കാണുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് പഴക്കം കൊണ്ടാകുന്നു. ഏകദേശം 15 വർഷം കഴിഞ്ഞ ഫാനായത്. ഖേദാൻ്റെ ഫാനാണ് കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ കപ്പാസിറ്റർ ഹോൾഡർ നമുക്ക് അഴിച്ച് മാറ്റിയേക്കാം. ഫ്രണ്ട് ലോഡിൻ്റെ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതാരും കണ്ടില്ലല്ലോ. ഇത് കഴിഞ്ഞുകൊണ്ട് ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന 3 വയറില്ലേ, ആ 3 വയർ ഞാൻ നേരെ ആക്കി വെച്ചു. അതിൻ്റെ ആ സ്പേസിനിടയിൽ കൂടി തള്ളി നേരെ. അല്ലെങ്കിൽ നമ്മൾ ആ താഴെ നിന്നുള്ള വാഷർ ഇപ്പോൾ അഴിക്കാൻ പോകുന്നത് ബെയറിങ്ങിനെ ചുറ്റുമിരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു വാഷറാണ്. അപ്പോൾ അതെടുക്കുമ്പം ആ വയറിൽ കൊണ്ടിട്ട് അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അത് ആ ഹോളിന് നേരെയാക്കി വെച്ചത്. ഒരു തവണ എനിക്ക് പറ്റിയത്, ഞാൻ അഴിച്ചപ്പം ആ വയർ മുറിഞ്ഞു പോവുകയും ചെയ്തു. അപ്പം ശരിക്കും മനസ്സിലായി അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. പിന്നെ ഇവിടെ ഒരു സ്പേസർ പോലൊരു സംഭവമുണ്ട്. അത് പക്ഷേ സ്പേസർ എന്നല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര്. അതിൻ്റെ പേര് വേറെയാണ്. എന്നാലും ഞാനിവിടെ സ്പേസർ എന്ന് പറയാം. അപ്പോൾ അത് ലോക്ക് ചെയ്ത് വെക്കാൻ ഒരു ചെറിയൊരു സ്ക്രൂ കൂടെ ഇട്ടിട്ടുണ്ട്. അതഴിക്കണം. ഇത്രയും ചെറിയ സ്ക്രൂവാ, കളഞ്ഞു പോകരുത്. സ്പേസർ മുഴുവൻ തുരുമ്പാ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ മോട്ടറിൻ്റെ കവറ് അഴിച്ചേക്കാം. അപ്പോൾ അതിനായിട്ട് ഈ മെയിനായിട്ടുള്ള സ്ക്രൂ ഉണ്ടല്ലേ, 3 സ്ക്രൂ, അതങ്ങ് അഴിക്കുക. ശകലം ബലമുണ്ട്. ഈ കാണുന്ന ഹൗസിങ്ങിൽ ചെറുതായിട്ട് തട്ടി നോക്കാം അഴിഞ്ഞു വരുന്നുണ്ടോയെന്ന്. നേരത്തെ ഇട്ട് വെച്ച സ്ക്രൂ പാരായെന്ന് തോന്നുന്നു. അതൊന്ന് അഴിച്ചു മാറ്റിയേക്കാം. ഓക്കെ, ആ സ്ക്രൂ അഴിച്ചു മാറ്റിയപ്പോൾ രണ്ടായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. ഇനി നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇട്ടിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ളത് പതുക്കെ തിക്കി അഴിക്കാൻ നോക്കാം. അകത്ത് വൈൻഡിങ് ഉണ്ട്, അതിൽ സ്ക്രൂ ഡ്രൈവർ കൊള്ളരുത്.
വലിയ സ്കൂട്ടറുകൾ കൊണ്ടാൽ പിന്നെ ഫാൻ വർക്ക് ചെയ്യത്തില്ല. സാധാരണഗതിയിൽ ഇതിങ്ങ് ചാടി വരേണ്ടതാണ്. ഇനി ഇത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു വരുന്നില്ല. തുരുമ്പ് കടിച്ച് കാണും. ആ ആക്സിൽ റോഡിൻ്റെ അവിടെ കുറച്ച് തുരുമ്പ് കാണുന്നില്ലേ, അതായിരിക്കും പ്രശ്നം. ഇനിയിപ്പം നമുക്ക് ഒരു പെൻട്രേറ്റിംഗ് ഓയിൽ യൂസ് ചെയ്തേക്കാം. ഏതെങ്കിലും കമ്പനിയുടെ പെൻട്രേറ്റിംഗ് ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന WD-40 കേട്ടോ. ഇനി ആ പെൻട്രേറ്റിംഗ് ഓയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഉരുപ്പുരും. ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഈ വയറ് അതിനകത്തേക്ക് കയറ്റി വെക്കണം, ആക്സിലിൻ്റെ അകത്തേക്ക്. ഇല്ലെങ്കിൽ താഴത്തെ ഹബ്ബ് നമ്മൾ ഊരുമ്പം ആ വയറും കട്ട് ചെയ്യേണ്ട പോകത്തുള്ളൂ. പിന്നെ അത് ഭയങ്കര മെനക്കേടാവും. ഇത്രയും വർഷമായിട്ടും കോയിലിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു വയറിങ്ങോട്ട് കാണണ്ടാണ്. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡെക്കറേഷൻ സംഗതി വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ ആ പാർട്ട് നമുക്ക് അഴിച്ചു മാറ്റാം. അതിന് ഡീല് കാണും അടുത്ത മറ്റേ താഴെയുള്ള ബെയറിങ്. അപ്പോൾ ഈ സൈഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് സിംഗിൾ ബെയറിങ്ങാണ്, ഡബിൾ ബെയറിങ് അല്ല. ചാടിയും പോകുന്നു. അപ്പോൾ ഈ കാണുന്ന സൈഡില്ലേ ഇത്, അപ്പോൾ ആ കാണുന്ന സൈഡിൽ ആ കവറിൻ്റെ അവിടെ ഒരു ബുഷ് പോലെ വർക്ക് ചെയ്യുക, വെറുതെ ഇറക്കി വെച്ചിരിക്കുക. ഇത് ഗ്രീസൊക്കെ ഇട്ടിട്ട് ഗ്രീസ് ഇടേണ്ട സ്ഥലമാണ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്യണം അതിനകം. ഇനി നമുക്ക് ആ ഹബിനകത്തുനിന്ന് ബെയറിങ് വിളിച്ചടിക്കണം. അപ്പോൾ ബെയറിങ് മൂവ് ആയിരിക്കും. ഒരു ഇതൊക്കെ ഉണ്ട്, പ്ലേറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂ കഴിക്കണം. ഇനി ഈ ബെയറിങ് ഏത് സൈഡിലേക്ക് നമുക്ക് ഊരിയെടുക്കേണ്ടതെന്ന് നോക്കണം. ഓക്കെ, അകത്തേക്ക് തന്നെയാണ്. അപ്പോൾ പതുക്കെ ഒന്ന് ചെറുതായി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ബെയറിങ് അടിഞ്ഞു പോരും. അപ്പോൾ ബെയറിങ് ഇടുമ്പം അകത്തുനിന്ന് വേണം ഇടാൻ കേട്ടോ, വെളിയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ കയറുകയില്ല. ഇനി ഈ ബെയറിങ് കടയിൽ പോയിട്ട് മേടിക്കണം. അപ്പോൾ ഈ പഴയ ബെയറിങ്ങിനകത്ത് ഇതിൻ്റെ നമ്പറുണ്ട്. അത് ആ നമ്പറാണ് നമ്മളിവിടെ കാണുന്നത്. 6202 എന്ന് പറഞ്ഞ ബെയറിങ്ങാണ് ഈ കിടക്കുന്നത്. 6202.
അതുപോലെ തന്നെ ഇന്ത്യ മേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് എസ്കേഫിൻ്റെ ബെയറിംഗ് കേട്ടോ, ലോങ് ലാസ്റ്റിങ്ങാണ്. ഇനി ഞാൻ പോയി കടയിൽ പോയി ഈ ബെയറിംഗ് കാണിച്ച് വേറെ ബെയറിംഗ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.